സുഹൃത്തുക്കളെ, വളരെ സീരിയസ് ആയ ഒരു വിഷയവുമായിട്ട് നിങ്ങൾ എന്റെ തലക്കെട്ട് കണ്ടാൽ തന്നെ അറിയാം, അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളടുത്ത് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടും വെച്ചിട്ടല്ല. കൺമുമ്പിൽ കാണുന്ന അനീതികൾ, വൃത്തികേടുകൾ, അതെന്തായിരുന്നാലും അതിനോട് പ്രതികരിക്കുക, ശരികളെ അംഗീകരിക്കുക. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് സേവാഭാരതിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ഇടപെടുന്നത്. അതേസമയം തച്ചുറയ്ക്കപ്പെടേണ്ടുന്ന ചില കാർഡ് നിയമങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും. അതും ആ രീതിയിൽ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ വയനാട് പോയത് മാതൃകാപരമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞിട്ടുള്ളതാ. കാരണം വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ പോയി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി അങ്ങോട്ട് വരാതിരുന്നത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വരാൻ 2 ദിവസം വൈകിപ്പിച്ച് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയാം. ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ആദ്യം നിങ്ങളൊരു പാട്ട് കേൾപ്പിക്കാം. നിങ്ങളെല്ലാം കേട്ടതാണ്. എന്താണ് ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പാട്ടാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഒരു പാട്ട് വേണം തീരുമാനിച്ചു. ഞാനിപ്പോൾ ഗാനരചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നൊരു വിഷയത്തേക്ക് വരാം. ഗാനരചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 9. അന്നൊരിക്കൽ എന്നെ പാവക്കുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ ഭോഗിച്ചവന്റെ പ്രായം 53. എന്റെ പേര് പെണ്ണെന്നുള്ളതിന് പല പേരെനിക്ക് പറയാൻ അറിയാണ്ടല്ല, അത് വേണ്ടാന്ന് വെച്ചത് ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് മറ്റുള്ള പരമത വിദ്വേഷമില്ലാത്ത വിശ്വാസികൾ, അവര് വിശ്വസിക്കുന്ന, അവർ സ്നേഹിക്കുന്ന, അവരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എതിരായിട്ടുള്ള പരാമർശമായിട്ട് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരെടുത്ത് വലിച്ചെടുക്കേണ്ടെന്ന് ചെയ്തില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ സുഹൃത്തിനാണ് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ പ്രേക്ഷകയാണ്. എന്റെ അടുത്ത് അങ്ങനെ ഫേസ്ബുക്കിൽ നമ്പർ തപ്പിയെടുത്തൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്. പിന്നെ ഭർത്താവ് ഒരു കുഞ്ഞൊക്കെ ഉള്ളത്. അവര് ഹസ്ബൻഡാണെങ്കിൽ നല്ല മനുഷ്യൻ. അങ്ങനെ അത്രയും ഇതായിട്ട്, അത് മാത്രമല്ല, ഞാൻ എനിക്ക് ചിലപ്പോൾ ഓടിയെ കൂടുമ്പോൾ ഈ കുഞ്ഞിന്റെ ശബ്ദം, അമ്മേ രാജൻ ചോച്ചപ്പ. കാരണം ഇവര് രണ്ടുപേരും ഈ ഭാര്യ ഭർത്താവ് എന്റെ വീഡിയോ കേൾക്കുമ്പോൾ തെരഞ്ഞെടുത്ത് പടയതുവരെ കാണാറുണ്ടെന്നുണ്ട്. അങ്ങനെ കേൾക്കുന്ന സമയത്ത് കുഞ്ഞിന് 2 വയസ്സാണുള്ളത്. ആ കുഞ്ഞിന് ഇങ്ങനെ കേട്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് രാജൻ ജോസഫ് എന്ന് പറഞ്ഞു. അപ്പൊ രാജൻ ജോസഫ് എന്ന് പറയാൻ സ്പെല്ല് ചെയ്യാൻ എന്നെ അറിയില്ല. രാജൻ ചോച്ചപ്പ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ഞാൻ അവളോട് വിഷയമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ടൈപ്പ് ചെയ്ത ഈ വരികൾ, എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 9, അന്നൊരിക്കൽ എന്നെ പാവക്കുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ ഭോഗിച്ചവന്റെ പ്രായം 53 എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ എനിക്കിതുണ്ട്, ഇതൊരു ഈ മറ്റോളുടെ ഈ ഗൗരിയുടെ സാധനം അയച്ചു കൊടുത്ത് ഏറെക്കുറെ ആ ടോണിൽ നമുക്ക് പറ്റുന്ന മാതിരി നിന്റെ സൗണ്ടിൽ, ഇവരുടെ സൗണ്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. വോയിസ് മോഡുലേഷൻ റെഡിയാക്കി എടുത്താൽ. കാരണം കുട്ടി എന്ന് പറയാൻ കാരണം എന്നെക്കാൾ 10, 15, 16 വയസ്സ് താഴെയായിരിക്കും. ഒരു 30, 31 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഊഹിക്കുന്നത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഞാനിതുവരെ പ്രായം ചോദിച്ചിട്ടില്ല. പ്രായം വളരെ അപൂർവമായി ചിലരോട് മാത്രം ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഈ ഒരു ഇതൊന്ന് ചെയ്യോ എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചെയ്തു. സത്യത്തിൽ കാരണം ഞാൻ ആളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അവര് എന്നെ വിശ്വസിച്ച് എനിക്ക് അയച്ചു തന്നൊരു സാധനം, അത് ഞാൻ ആ വോയിസ് മാത്രം ഇവിടെ കേൾപ്പിക്കാം. ആ വോയിസ് ഒന്നും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 9, അന്നൊരിക്കൽ എന്നെ പാവക്കുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ ഭോഗിച്ചവന്റെ പ്രായം 53. സൂരജ് പാലക്കാരൻ അറസ്റ്റിലായി. അങ്ങനെ കുറെ പേരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. ഞാനെന്തായാലും അത്യാവശ്യം കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കതേ കേസുണ്ടായിരുന്നു. മേയർ കേസ് കൊടുത്തു. എനിക്കതിൽ വേറെ പലരും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഡിഫാമേഷൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈജിപ്തിൽ ഇറാഖിൽ, ഈജിപ്തിലല്ല ഇറാഖിൽ വൃത്തികെട്ട ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഭേദഗതി. ഇന്നാണ് അത് പ്രഖ്യാപനമായത്. അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാം. ബാഗ്ദാദിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിലവിൽ 18ആണ്, ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും. ഇവിടെ നമുക്ക് 21, 18 അത് ആൺകുട്ടികളുടേത് പ്രായം കുറച്ചു, പെൺകുട്ടികളത് 9 വയസ്സായിട്ട് കുറച്ചു. 9 വയസ്സായിട്ട് പാർലമെന്റിൽ കുറച്ചിട്ടില്ല, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി ബില്ല് ഉടനെ പാർലമെന്റിൽ അവതരിപ്പിക്കും.
മാത്രമല്ല ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് നീക്കം. വിവാഹ പ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കഴിഞ്ഞ ജൂലൈയിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു. എന്നാൽ ഷിയ ഗ്രൂപ്പുകളുടെ, ശ്രദ്ധിക്കണം, എന്നെ കേട്ടിരിക്കുന്ന സുന്നി മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഷിയ മുസ്ലിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി. ഓക്കെ, സുന്നികളും മുജാഹിദുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണ പിൻവലിച്ചതോടെ ഓഗസ്റ്റ് 4-ന് ഭേദഗതി ബിൽ പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും സമർപ്പിക്കുകയായിരുന്നു. നിലവിൽ 18 വയസ്സാണ് ഇറാഖിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം. ഭേദഗതി നടപ്പിലാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കുള്ള വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 9 വയസ്സായി മാറും. അതേസമയം വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നിയമ ഭേദഗതി ഇറാഖിനെ വല്ലാതെ പിന്നോട്ട് നയിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകനായ സാറാ സൻബാർ രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFPയോട് പ്രതികരിച്ചു. നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത്. രാജ്യത്തെ 28% പെൺകുട്ടികളും 18 വയസ്സാവുന്നതിന് മുമ്പ് ഇപ്പോഴേ വിവാഹിതരാകുന്നുണ്ടെന്നാണ് യൂണിസെഫിന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലാതെ ഞാൻ എന്റെ വായി തോന്നുന്നു വിളിച്ചു പറയുകയല്ല. നിങ്ങൾ അറിയണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം എന്നിവയെ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത്. ശൈശവ വിവാഹം, നേരത്തെയുള്ള ഗർഭധാരണം, ഗാർഹിക പീഡനം എന്നിവയിലേക്ക് വിവാഹ നിയമം വഴിതെളിക്കുമെന്നും പ്രതിഷേധം ഉയർത്തുന്ന സംഘടനകൾ വാദിക്കുന്നു. വാദിക്കുകയല്ല, സത്യമല്ലേ, ഇറ്റ്സ് ഫാക്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 1400 വർഷം പിന്നിലേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ നോക്കുക. ഇതിന്റെ കെടുതികളൊക്കെ കണ്ട് വളർന്നവനായാൻ, അനുഭവിച്ചിട്ടുള്ളവനായാൻ, പൂമ്പാറ്റിന്റെ ഒപ്പം കളിക്കുകയും തുമ്പിയെ പിടിച്ച് കളിക്കുകയും മണ്ണപ്പം ചുട്ട് കളിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു പ്രായത്തിൽ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിപ്പിക്കുക. കല്യാണം കഴിക്കുന്നവരുടെ പ്രായത്തിന് പരിധിയില്ല. അതുകൊണ്ടാണ് ഞാൻ 53 എന്നുള്ളത് പറഞ്ഞത്, സിംബോളിക്കായിട്ട്. കല്യാണം ഈ കുട്ടിയെന്ന് ഇത്ര വയസ്സ് വരെയുള്ളവരാണ് കല്യാണം കഴിക്കുക എന്നുള്ള നിയമമൊന്നുമില്ല. ആർക്കും കെട്ടാം. നമ്മുടെ നാട്ടിൽ പണ്ട് അറബി കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരും ഇല്ലാതാവുമ്പോൾ അന്ന് ഈ സ്വീറ്റ് 17 എന്നുള്ള പ്രയോഗമാണ് മലയാള സാഹിത്യത്തിൽ ഏറ്റവും വൃത്തികെട്ടത്. മധുര 17 എന്നുള്ള പ്രയോഗം കാൽപ്പനികമായി കുറെ കവികളും സാഹിത്യകാരന്മാരും എഴുതി വെച്ചതാണ്. അതായത് 17 വയസ്സായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മധുരമുള്ളത്, 17 വയസ്സ് കഴിഞ്ഞാൽ മധുരമൊക്കെ പോയി കയ്പാവുന്ന പറയുന്നവര്. എവിടെ സെക്ഷൽ ലൈഫ്, മധുര 17 എന്നുള്ള വാക്ക് സെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല, പ്രണയമായിട്ട് പോലും ബന്ധപ്പെടുത്തിയല്ല. സെക്ഷൽ ലൈഫ് ഏറ്റവും നന്നായിട്ട് സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നത് 35 വയസ്സിന് ശേഷമാണ്. കാരണം കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ആദ്യത്തെ ഒരു ഹണിമൂൺ കാലഘട്ടം, അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞായി, ബാക്കിയുള്ളതായി കുഞ്ഞുങ്ങളെ കാര്യമായി, അതിന്റെ പ്രാരാബ്ധമായി, ബാക്കിയുള്ളതൊക്കെ ആയി, പിന്നീട് അവരൊന്ന് ഫ്രീ ആവുന്ന കുട്ടികളൊന്ന് ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ 35 വയസ്സിന് ശേഷമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ തീവ്രമായിട്ട് ചിന്തിക്കുന്നത് പോലും. അവരുടെ സൈക്കോളജി അത് ആദ്യം പഠിക്കണം. സ്ത്രീകൾക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കമന്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളൊക്കെ ഒരുപാട് പേരോട് സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ. ഒരുപാട് ഈ കൌൺസിലിംഗ് നടത്തുന്ന സുഹൃത്തുക്കളുണ്ട്, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടെ യൂട്യൂബിലും ഇതിലൊക്കെ വന്നിട്ട് കുറെ പേരുണ്ട്, അവരാണ് വലിയ സെക്സോളജിസ്റ്റുകൾ, സൈക്കോളജിയാണെന്നും പറഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നവര്. ഏതൊക്കെ പൊസിഷനിലാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ മൈലേജ് കിട്ടാൻ അതിനൊന്ന് ഫോളോ ചെയ്യരുത്. നിങ്ങൾ ശാസ്ത്രീയമായ വഴി കൂടി പോവുക. ഈ മാതിരി തോന്നിവാസം പിന്നെ ഈ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 9 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടിക്ക് അറിയാവുന്നത്? കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തില് നമ്മൾ പറയാറില്ല, ചില കടയിൽ പോകുമ്പോൾ മുട്ടായി കൊടുത്തും ഐസ്ക്രീം കൊടുത്തിട്ടും ഒക്കെ കുട്ടിയെ പിടിപ്പിച്ചു. കുട്ടിക്ക് പീഡനം എന്താണെന്നറിയില്ല, കുട്ടിക്ക് മാമൻ എന്നെ എന്തോ കളിപ്പിച്ചു, ഈക്കളി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കുട്ടിക്ക് ഇതെന്താണെന്ന് അറിയുന്നില്ല. കനി കുസൃതി, മൈത്രേന്റെ മകൾ, എനിക്ക് അതിലാണ് മൈത്രേനെ കുറച്ചുകൂടി സാമൂഹിക ബോധമുള്ള ഒരാളാണ്. സെക്ച്വൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ളൊക്കെ ആണെങ്കിലും നല്ല വിവരമുള്ള മനുഷ്യനാണ്. കനി കുസൃതി ആ സിനിമ, ബിരിയാണി സിനിമയിൽ അവളെല്ലാം കാണിച്ച് അഭിനയിച്ചതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെയൊക്കെ പലരും അഭിനയിച്ചിട്ടുണ്ട്. നാളെ പോൺ വീഡിയോസിൽ, പോൺ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ മെമ്മറീസ് ഓഫ് മെഷീൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനകത്ത് അവൾ അഭിനയിച്ച് പറഞ്ഞ കാര്യം, ഒരു ചെറിയ പെൺകുട്ടി, അവൾ തന്നെ കഥാപാത്രം എന്ന് പറയാണ്, എന്നെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ സ്കൂളിലെ ഒരു മാമൻ ജീവനക്കാരൻ എന്നെ മടിയിലിരുത്തി വിരലുകൊണ്ട് എന്നെ അവിടെ തൊട്ടു. അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ആ മാമൻ എന്നെ മടിയിലിരുത്തി അങ്ങനെ തൊട്ടാൽ മതി. ഫിംഗർ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, ചെറിയ കുഞ്ഞിനെ പീഡിപ്പിച്ചേനെ. എന്ത് സാമൂഹിക സന്ദേശം നൽകണേ?
3 വയസ്സും 5 വയസ്സുള്ള കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ കേട്ട് നൊന്ത് പടഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 9 വയസ്സുള്ള കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വന്തം പാപ്പാന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങേണ്ടുന്ന പ്രായ. എന്റെ പെങ്ങളെ കുട്ടികളൊക്കെ ഇപ്പൊ ശാരീരികമായ മാറ്റമൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ അതിനൊക്കെ പിന്നെ അങ്ങനെ കൂടെ കിടത്തൊന്നുമില്ല. നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ 9 വയസ്സിലും 10 വയസ്സിലും 11 വയസ്സിലൊക്കെ എന്റെ കൂടെ കിടന്നുറങ്ങുന്ന. ഇനി വേറെ ഇവരാരും കൂടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കൂടെ കുറച്ച് നേരം കിടക്കും. ഞാൻ കുറച്ച് വൈകി എഴുന്നേൽക്കുക, ചെറുക്കനാണെങ്കിലും. അങ്ങനെയല്ലേ നമ്മൾ വളർത്തിയിട്ടുള്ളത്? നമ്മളൊക്കെ അങ്ങനെയല്ലേ? എന്റെ പപ്പയുടെ കൂടെ ഇരുന്ന് എന്റെ പെങ്ങന്മാരൊക്കെ കിടക്കുമായിരുന്നു. എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ വളരേണ്ടുന്ന പ്രായത്തിൽ ഇതെന്താന്ന് പോലും അറിയാത്ത കാലത്ത് എനിക്ക് എന്റെ അനുഭവത്തിലുണ്ട്. എന്റെ അയൽവക്കത്തുണ്ടായിരുന്ന ഇമ്മൂനെ ആദ്യം കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഡിവോഴ്സ് ആയി. അവള് തെറ്റിപ്പോന്നു. ഇനി അവന്റെ വീട്ടിൽ പോയില്ല. എന്താ? രാത്രി ആകുമ്പോൾ പിന്നെ പിച്ചാനും വന്നാനും വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവൾ അനിയത്തി നസീമ. അവളെ കല്യാണം തീരുമാനിക്കുന്നത് 13 വയസ്സിലാണ്. 8 9 പഠിക്കുമ്പോഴാണ്. അതും ആ കുട്ടിയെ കണ്ട നമ്മളെ അന്തരിച്ചു പോയ നടി മോനിഷയുടെ മുഖ നമുക്ക് ഭയങ്കര എന്നെക്കാളൊക്കെ 6-7 വയസ്സിലൊക്കെ ഇളയതാ. മിടുക്കി കുട്ടിയായിരുന്നു. അത്രയും മിടുക്കുള്ളത് നമുക്കറിയില്ലായിരുന്നു. സംസാരിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ വരുന്നതാണ്. അടുത്ത വീട്, കുറച്ച് അടുത്ത വീടാണ്. പാപ്പയുടെ പേരും പറയുന്നില്ല. അവളെ പിന്നെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് നിക്കാഹ് കഴിച്ച് നടത്താൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പം 9ാം ക്ലാസ്സിൽ 8 പഠിക്കുന്നു. 13 വയസ്സിൽ അറിഞ്ഞിട്ട് ഇവളെ അംഗനവാടിയിൽ പഠിപ്പിച്ച ലീല ടീച്ചർ ഞങ്ങളെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്റെ പപ്പയുടെ അടുത്ത് മമ്മിയുടെ അടുത്ത് മമ്മി നേഴ്സൊക്കെയാണല്ലോ. അപ്പം പപ്പയുടെ അടുത്ത് ഞങ്ങൾക്ക് അവിടെ ആ കുടുംബമായിട്ടൊക്കെ നല്ല സ്വാധീനമുണ്ട്. പപ്പയ്ക്ക് മമ്മിക്കൊക്കെ നല്ല ബന്ധമുണ്ട്. പിന്നെ ഈ ടീച്ചർ കരഞ്ഞു, ലീല ടീച്ചർ. നിങ്ങൾക്ക് പിന്നെ പപ്പയെ ബാബുവേട്ടാന്ന് വിളിക്കുക, പിന്നെ മമ്മിയെ ചേച്ചിന്ന് വിളിക്കുക. നിങ്ങൾക്കൊന്ന് പോയിട്ട് അവരോട് സംസാരിച്ചോളൂ. നിങ്ങൾക്ക് ആ കുടുംബമായിട്ട് ബന്ധമല്ലേ എന്ന് ചോദിച്ചു. ആ കല്യാണം ഒഴിവാക്കാൻ പറഞ്ഞു. അവൾ ഇത്രയും മിടുക്കിയാണ്. ഞാൻ പഠിപ്പിച്ച ഇത്രയും കാലം വർഷങ്ങളായിട്ട് ഇതിനെ അംഗനവാടിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചാൽ ഏറ്റവും ടാലന്റ് ഉള്ള ഏറ്റവും പിന്നെ മിടുക്കിയായ പെൺകുട്ടിയാണ്. ഒപ്പം കെട്ടിച്ചയക്കരുതെന്ന് പറയുന്നതെന്ന്. അപ്പൊ എനിക്ക് സംസാരിച്ചെന്ന് തോന്നുന്നു. അത് നടന്നില്ല. എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് കോളേജിൽ പഠിക്കുക, നീ ഇങ്ങനെ ഇവര് കോൺഗ്രസ് കാരി കേട്ടോ, പക്ഷെ നീ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെയുള്ള രാജുമോനെ തന്നെ വിളിക്കുക. രാജുമോനെ മമ്മി വിളിക്കുന്നത് കേട്ടിട്ട്, രാജുമോനെ നീ പിന്നെ ഇത് ബന്ധപ്പെട്ട അധികൃതരെ എന്നറിയിക്കുക, ബാലവിവാഹം തടയാനുള്ള വകുപ്പുണ്ടല്ലോ. നമ്മളെന്താ പപ്പയും മമ്മി പറഞ്ഞാൽ എനിക്കും പോകണ്ടെന്ന് പറഞ്ഞോട്. ഞാൻ അതുകൊണ്ട് ചെയ്തില്ല. സങ്കടം കാണും തോന്നുന്നു എനിക്ക് അവളെ കാണുമ്പോൾ. ഇപ്പൊ പല ഫംഗ്ഷനൊക്കെ കാണുമ്പം അടുത്ത ഒരു 5-6 വർഷം മുമ്പ് ഞാൻ കണ്ടു. സങ്കടം തോന്നുന്നു. മുത്തശ്ശിയായി. എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികൾ പലരും 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോവുക. 2018 ഞാൻ എന്റെ SLC ബാച്ചിന്റെ അലുമിനിക്ക് പോയപ്പോൾ എനിക്ക് ആകെ വല്ലാണ്ടായി. ഓരോരുത്തർ വന്നിട്ട് രാജാ എനിക്കെന്നെ അറിയോ? അപ്പൊ ഞാൻ ഇങ്ങനെ ഓർമ്മയിട്ടില്ല. അപ്പൊ അവര് പേരൊക്കെ പറയും, പേര് പരിചയപ്പെടും. അപ്പൊ പിന്നെ അവരെ കൂടെ 8-10 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഞാൻ പറയും, ആ മോളാണോ? മോളെ പേരെന്താ? അല്ല എന്റെ കുട്ടിയല്ല, എന്റെ മോന്റെ മോളാ, അല്ലെങ്കിൽ എന്റെ മോളെ മോളാ, അല്ലെങ്കിൽ എന്റെ മോളെ മോനാ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ 6 വർഷം മുമ്പാണെന്ന് പറയുന്നത് 2018 എന്ന് പറയുമ്പോൾ. 2018 എനിക്ക് 40 വയസ്സുള്ളൂ, അവർക്കും ആ വയസ്സേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണ്ട, എന്നെ കുറച്ച് നേരത്തെ സ്കൂളിൽ ചേർത്തെങ്കിൽ അവർക്ക് 41 വയസ്സേ ഉള്ളൂ. 41 വയസ്സിൽ 8 വയസ്സും 9 വയസ്സും 7 വയസ്സുള്ള കുട്ടികളുടെ വെല്ലുമ്മമാരായിട്ട് അവർ മാറി. അവരുടെ ലൈഫ് എന്താ? അവരുടെ തുമ്പിയെ പിടിച്ച് കളിക്കേണ്ട പ്രായത്തില്, മണ്ണപ്പം ചുട്ട് കളിക്കേണ്ട പ്രായത്തില്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ സൈക്കിള് ഓടിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന പ്രായത്തിൽ, പഠിക്കേണ്ട പ്രായത്തില് ഉള്ള കുട്ടികൾ, ഇറാനിലാവട്ടെ, ഈജിപ്തിലാവട്ടെ, ഇറാഖിലാവട്ടെ, ലോകത്ത് എവിടെയാണെങ്കിലും, അമേരിക്കയിലാവട്ടെ, UK-യിലാവട്ടെ, ഇറാഖില് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പറഞ്ഞ് അയക്കുമ്പോണ്ടാവുന്ന കുഴപ്പം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കര സങ്കടം തോന്നാറുണ്ടല്ലേ. ഞാൻ എന്നിട്ട് ഈ അലുമിനി അസോസിയേഷന്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 10ാം ക്ലാസ് ഒക്കെ എന്റെ കൂടെ പഠിച്ചതാണ് നജ്മ ബീഗം. അവള് പിന്നെ ടീച്ചറാണ്, പെരുമ്പലത്തുകാരിയാണ്. അവൾ എന്നോട് കഴിഞ്ഞിട്ട് രാജാ എന്താ നമുക്ക് തോന്നിയെന്ന് ചോദിച്ചു. രാത്രി വിളിച്ചു, നിനക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത്, എനിക്ക് ഞാനവിടുന്ന് പെട്ടെന്ന് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞു എനിക്കും പോകേണ്ടിരുന്നില്ല എന്ന് തോന്നി. നമുക്കൊക്കെ ഒരു 10-70 വയസ്സായ മാതിരിയുള്ള ഫീലിംഗ് ആയിപ്പോയി അവിടെ എത്തിയപ്പം. നജ്മ പിന്നെ ജീൻസൊക്കെ ഇട്ടോ അവൾ സ്കൂൾ ടീച്ചർ, അവളെ വാപ്പയും ടീച്ചറാണ്. പിന്നെ അവളെ സഹോദരന്മാരും ഓരോ ഭാര്യമാരും എല്ലാ അധ്യാപക കുടുംബമാണ് അവള്. പിന്നെ വേറെ സെബിന, അവള് ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവള് എയ്ഡഡ് സ്കൂളിലാണ്. സെബിന 6ാം ക്ലാസ് തൊട്ടിന്റെ കൂടെ പഠിച്ച സെബിന. എന്റെ പോസ്റ്റുകളൊക്കെ പലപ്പോഴും വന്നിട്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന. ഇവർ രണ്ടുപേരും ജീൻസ് ഇട്ട് വന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സല്ല പ്രശ്നം, ഇവരുടെ സംസാരത്തിൽ തന്നെ ഒരുതരം എല്ലാം കഴിഞ്ഞു, ജീവിതമൊക്കെ അവസാനിച്ചു, ഇനി പടച്ചോൻ വിളിക്കുന്ന സമയം കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിം പെൺകുട്ടികൾ എന്ത് ടാലന്റാ.
ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ അറബി കല്യാണം ഇവിടെ പിന്നെ 17 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നടക്കൂല. പിന്നെ മൂത്തു പോയി എന്നാ പറയാ. ഇപ്പൊ അതുകൊണ്ടതാ 10-30 വയസ്സുള്ള ആണുങ്ങൾ എല്ലാ മതത്തിലും ഈ സ്ത്രീധനം ചോദിച്ച് ക്രിസ്ത്യാനിയാവട്ടെ ഹിന്ദുക്കളും ബാക്കിയുള്ള പിന്നെ മുസ്ലിങ്ങളും എല്ലാം അങ്ങനെ നടന്ന് 100 വേണം, ഇത്ര രൂപ സ്വത്ത് വേണം. പിന്നെ ആ MPD വരെ പറഞ്ഞില്ലേ, കാറ് പിന്നെ ആ വിസ്മയം എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയുടെ കെട്ടിയവൻ കിരൺ, അവൻ പറഞ്ഞെന്താ, ഈ തന്ന കാറിന് ഭംഗി പോരാ, വലിയ കാറ് വേണം. എല്ലാവർക്കും കഴിഞ്ഞല്ലോ. അപ്പൊ അവനൊക്കെ ജയിലിൽ കിടക്കുക. ഇപ്പൊ ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടാനില്ലാന്നേ. ഒരു കാലത്ത് പെൺകുട്ടിയാണെന്നുള്ളത് സ്കാൻ ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തിക്കൊണ്ടിരുന്നു. ഒരു സ്ത്രീ ആദ്യം പ്രസവിച്ച പെൺകുഞ്ഞ് രണ്ടാമത്തും പ്രസവിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്ന അമ്മായിപ്പന്മാരും അമ്മായിയമ്മമാരും ഉണ്ടായിരുന്നു. ഇവരെ മകനും കൂടി ചേർന്നിട്ടുള്ളത് ഉണ്ടാകുക. ഇവർ ഒറ്റയ്ക്ക് വിചാരിച്ചുണ്ടാവില്ലല്ലോ ഈ സാധനം. ഫിംഗർ കാണത്തിലൊന്നും കൊച്ചുണ്ടാവില്ലല്ലോ. ഇന്റർകോഴ്സ് നടക്കണ്ടേ? അതിൽ ഇവരെ മകനെ പങ്കാളിത്തില്ലേ? സയൻസും കുന്നൊന്നും അറിയാതെ വെറുതെ കിടന്നിട്ട് എന്നിട്ട് പിന്നെ അവളെ ഇതുകൊണ്ടാണ് എന്നിട്ട് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെടുത്ത് പോകും, ഏതെങ്കിലും സിദ്ധന്മാരെടുത്ത് പോകും. എന്നിട്ട് ഇത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള കാലമുണ്ട്. മൈസൂർ കല്യാണം മലപ്പുറത്തൊക്കെ നടന്ന. കാരണം നാട്ടിലുള്ളവർക്ക് കെട്ടണ്ട, അവർക്ക് ഈ പ്രായത്തിലുള്ളത് വേണം, അല്ലെങ്കിൽ സ്വത്ത് വേണമൊക്കെ വേണം. അവസാനം ഈ മൈസൂരിലൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നു. ഇപ്പതാ ഇനിയുള്ള കാലത്ത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും മൈസൂരിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ നിലമ്പൂർ ചോളനായക്കന്മാരുടെ ഇടയിലൊക്കെ പോയിട്ടോ എവിടെയെങ്കിലും പെൺകുട്ടികൾ കൂടുതലുള്ള വീട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് കെട്ടിച്ചു തരുമെന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരും. അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറയേണ്ട അവസ്ഥ വരും. എത്ര പേരാ എന്നെ വിളിക്കണേ? എടാ നമുക്ക് പറ്റിയ ആൾക്കാരെങ്കിലും പിള്ളേരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവർ, പല മതത്തിൽപ്പെട്ടവർ, പല ഉപജാതിയിൽപ്പെട്ടവർ, പല സഭകളിൽപ്പെട്ടവർ ഒക്കെ ഉണ്ട്. അതിൽ സുന്നിയുണ്ട്, മുജാഹിദ് ഉണ്ട്, പിന്നെ ജമാഅത്തുകാരങ്ങനെ അധികം വിളിച്ചില്ല. സുന്നിയുണ്ട്, മുജാഹിദ് ഉണ്ട്, കത്തോലിക്കയുണ്ട്, മാർത്തോമ്മയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബുണ്ട്, ഈഴവന്മാരുണ്ട്, നായന്മാരുണ്ട്, ഒക്കെ പലരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ചുങ്കത്തറ ഭാഗത്ത് താമസിക്കുന്നത്, മഞ്ചേരി ഭാഗത്തുനിന്ന് പലരും വിളിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും കുട്ടികളുണ്ട്. ഞാൻ ഇവിടെ ഉള്ളവർക്ക് എന്നെ പെണ്ണ് കിട്ടാതിരിക്കുക. ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതിയാണെന്നേ. ആലോചിച്ച് നോക്കൂ, ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഫോർ പ്ലേ ബാക്കിയുള്ളതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇതിൽ ഇന്റർകോഴ്സ് ഇവർ ഈ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ മാതിരി ഫക്കിംഗ് മാത്രമാണോ വിഷയം? ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതിനാണെങ്കിൽ PVC പൈപ്പ് മതിയെന്നേ. അത് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ ഫോർ പ്ലേക്ക് വലിയ പ്രസക്തി ഉണ്ട്. ആ ഫോർ പ്ലേക്കകത്ത് ഈ ഇവരെ ഉത്തേജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ശരീര ഭാഗങ്ങൾ ഏതൊക്കെയാ? അതുപോലും രൂപം കൊണ്ടിട്ടില്ലാത്തൊരു കൊച്ചു കുഞ്ഞിനടുത്താണ് ഇതിന് പോണേ. ഇത് റേപ്പാ. 9 വയസ്സുള്ള കുട്ടിയുമായിട്ടൊക്കെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനമാണ്. എവിടെ നിയമന്മാരൊക്കെ പഠിച്ചെന്നറിയില്ല. 1400 കൊല്ലം ബേക്കിലേക്ക് സഞ്ചരിക്കുക ഇറാഖ് നിയമം കൊണ്ടെന്ന്. അതും ഷിയാ സുന്നികൾ അല്ലയോ ഷിയാ മുസ്ലിങ്ങൾ സുന്നികളെ തകർക്കാൻ പറ്റുള്ള പരിപാടിയാ. ഇവരെ കൾച്ചർ തകർക്കുക. ഇവരെ പിള്ളേർ പഠിക്കരുത്. 9 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി 10 വയസ്സിൽ 9 വയസ്സിൽ മെൻസസ് ആവുന്ന പെൺകുട്ടികളെല്ലാം വളരെ കുറവായി. ഇപ്പൊ നമ്മളെ പണ്ടത്തെ പോലെ 14 വയസ്സോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ എന്നാലും 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലും ആകുക. ഒരു 10% കുട്ടികൾക്കുള്ള 9 വയസ്സിലൊക്കെ മെൻസസ് ആവുകയുള്ളൂ. ആ കുട്ടിയുടെ അടുത്താ പോണേ. ഇനി മെൻസസ് ആയ 10% പേരുണ്ടെങ്കിൽ ഇവർ 10 വയസ്സാകുമ്പോൾ പ്രസവിക്കുക. അമ്മയായി 10 വയസ്സിൽ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഈ തലയണ വെച്ചിട്ട് അതിനെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞ് പിന്നെ കളിക്കുന്ന അമ്മയായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ മണ്ണപ്പം ചുട്ട് കളിക്കേണ്ട പ്രായത്തിൽ, പൂജ്യം വെട്ടി കളിക്കേണ്ട പ്രായത്തിൽ, സാറ്റ് കളിക്കേണ്ട പ്രായത്തിൽ, ഓടി കളിക്കേണ്ട പ്രായത്തിൽ, ഊഞ്ഞാലാടേണ്ട പ്രായത്തിൽ ഒരു കുഞ്ഞിനെ പിന്നെ മുലയൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ തലമുറയോട് കാണിക്കുന്നത്, ഈ സമൂഹത്തോട് കാണിക്കുന്നത്. ഇതിന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നില്ല. മെച്ചൂരിറ്റി ഉണ്ടാവുമോ? എന്തെങ്കിലും പക്വത ഉണ്ടോ? കുടുംബജീവിതം എങ്ങനെ പോകണമെന്നുള്ള അറിയില്ല. സെക്സിനെ കുറിച്ച് പ്രാഥമികമായ ധാരണകൾ ഉണ്ടാവില്ല. പിന്നെ കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക മാനസികമായിട്ട്? ഒന്നും ഉണ്ടാവില്ല. എന്തോ ഒരു ഒഴുക്കിലൊരു ലൈഫ്, പട്ടി ജീവിതം പോലെ, മൃഗങ്ങളെ പോലെ തന്നെ ജനിക്കുക, ഒരു ജീവിതം ജീവിച്ചു തീർക്കുക, മാനസികമായിട്ട് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക. കഷ്ടമുണ്ട്. ലോകം പ്രതികരിക്കണം. ലോകത്തെ മുഴുവൻ ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രതികരിക്കുന്നത് തെറ്റാണെന്ന്, യു ആർ അറ്റ് റോങ് എന്നുള്ളത് ഇറാഖിനോട് പറയണം. ആയത്തുള്ള ഖൊമൈനിയുടെ പിന്തുണയുള്ള ഷിയാ മുസ്ലിങ്ങളാണ് അവിടെ കിടന്നിട്ട് ഇറാഖിനകത്ത് ഈ ഭേദഗതിക്കകത്ത് മുൻകൈ എടുക്കുന്നത്. തകർക്കാനുള്ള ഉദ്ദേശ ലോകത്ത് എല്ലായിടത്തും ഒരു ഭീതി പിന്നെ പരത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു കഷ്ടമാണിത്. കേൾക്കുമ്പോൾ സഹിക്കുവോ? ഇപ്പൊ എന്റെ സുഹൃത്തുണ്ട് നൗഫല്, അവരെ വീടിനടുത്ത് നൗഫലും ഉണ്ടെങ്കിൽ അവര് പിന്നെ തൃക്കലംകൂട് 32 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്ക് താമസിച്ചപ്പോൾ ഒരു വർഷം അവരെ വീടിനടുത്ത് താമസിച്ചത്. സെക്കിനാത്ത് എന്ന് പറയാം അവന്റെ ഉമ്മ. എന്റെ അനിയത്തിന്റെ പ്രസവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്കാരി ആശുപത്രിയിൽ ഒന്ന് കൂടുതൽ മമ്മിയേക്കാൾ കൂടുതൽ കയറി ചെയ്തിട്ടുണ്ട്.
നൗഫല് ഒരു പാലുവേലുണ്ട്, ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്. അവൻ്റെ ഉമ്മയ്ക്കൂടെ വന്നിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം അവിടെ പോയി ഉമ്മേനെ കാണണം വരുന്നുണ്ട്. അത്രയും നല്ല ബന്ധമായിരുന്നു. നൗഫലിന്റെ പെങ്ങളും ഉള്ളത്. പെങ്ങളുടെ മോള് ഇപ്പൊ MSc പിന്നെ ബോട്ടണിക്ക് പഠിക്കുക. കല്യാണപ്പം വേണ്ടെന്ന് പറഞ്ഞേ, MSc ബോട്ടണിക്ക് പഠിക്കുക. അവളുടെ ആഗ്രഹം IFS എടുക്കണമെന്നാ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, വിദേശകാര്യ വകുപ്പിലേക്കല്ല, സിവിൽ സർവീസിൽ IFS എടുക്കണം. അതിനാണ് അവൾ BSc ബോട്ടണി, അത് കഴിഞ്ഞിട്ട് MSc ബോട്ടണിക്ക് പോയി. രാജസ്ഥാനിലാണോ പഞ്ചാബിലാണോ എവിടെയാ. അപ്പോ ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ അവരോട് ചോദിച്ചത് അവിടെയൊക്കെ പോയി എങ്ങനെ വിട്ടാ, അതെന്താ അവർക്ക് ഇഷ്ടമെടുത്ത് പോയി പഠിക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തു. ഇവൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല, പെങ്ങളും അധികം പഠിച്ചിട്ടില്ല. പെൺകുട്ടികൾക്ക് കാഴ്ചപ്പാട് മാറി. അപ്പൊ ഇവൻ പറഞ്ഞു പെങ്ങളെ മോളോട്, കാരണം അമ്മാവനാണല്ലോ, ഇവൻ പറഞ്ഞു ഈ IFS ഒക്കെ എടുത്തിട്ട് DF ഒക്കെ, കാരണം അവർക്ക് ഫസ്റ്റ് നമ്മൾ ഈ IAS ആണെങ്കിൽ സബ് കളക്ടറായിട്ടോ RDO ആയിട്ടാണ് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വരിക. IPS ആണെങ്കിൽ ASP ആയിട്ടാണ് വരുന്നത്. പക്ഷേ IFS എനിക്ക് തോന്നുന്നത് ഡയറക്ടർ DF ആയിട്ടാണ് വരുന്നത്, എനിക്ക് സംശയമുണ്ട്. അതോ അവിടെ അഡീഷണൽ ആയിട്ടുള്ള പിന്നെ സംവിധാനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അല്ലെങ്കിലും ബീക്കൺ ലൈറ്റ് ഒക്കെ വെച്ച് പിന്നെ കാറിലാണ് പോവുക. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് ആ വണ്ടിയിലൊന്ന് കയറണം എന്ന് പറഞ്ഞു. അവന്റെ ആഗ്രഹമാണ് ആ കുഞ്ഞ് പഠിച്ച സ്ഥാനത്തെത്താൻ. പെൺകുട്ടികളുടെ ടാലന്റഡാ. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ഞാൻ ഈ സൈബർ പോലീസ് വന്നപ്പോൾ അതിൽ നാളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. എനിക്ക് വളരെ ഫേവറബിൾ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത CID ടീമില് 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടതാണ്. പിന്നെ ചോദിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ, അതിൽ തിരുവനന്തപുരത്തുകാരനാ, സൈബർ പോലീസിലുള്ളതാ, പേര് ഞാൻ പറയുന്നില്ല. അതിലിങ്ങനെ സംസാരിച്ച് ഞാൻ അപ്പം ബിടെക് കഴിഞ്ഞതാ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഈ പോലീസ് സർവീസിൽ നിൽക്കുന്നത്, നിങ്ങൾ ഗൾഫിൽ പോയിക്കൂടെ? അല്ല, ഞാൻ വേറെ PSC നോക്കുന്നുണ്ട്, ബാക്കി പല PSCകളും നോക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെയുള്ളിടത്തും പലയിടത്തും പല വഴിക്കും നോക്കുന്നുണ്ട്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതൊന്ന് പോകും. ഞാൻ പറഞ്ഞത് ഈ പോലീസിലെ കഷ്ടപ്പാട് ആലോചിക്കുക. എറണാകുളത്തേക്ക് എൻ്റെ പിന്നെ എനിക്ക് നോട്ടീസ് തരാൻ വേണ്ടി അവിടെ നിന്ന് വന്നതാ, CI ഇവരെല്ലാം കൂടി മേയർ കൊടുത്ത കേസിൽ. അപ്പൊ എന്നോട് പറഞ്ഞു ഗൾഫ് വേണ്ടാന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചു. ബാപ്പച്ചി ഗൾഫിലായിരുന്നു, നല്ല ജോലിയായിരുന്നു, നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഇവന് 2 പെങ്ങന്മാരും ഉള്ളത്, ഒന്ന് മൂത്തത് ഒന്ന് ഇളയത്. അതിലേക്കും വരാം. അപ്പോൾ വാപ്പച്ചി ഗൾഫിലായിരുന്നു, വാപ്പച്ചിക്ക് നല്ല ജോലി നല്ല വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഇവന്റെ ഉമ്മച്ചി നന്നായിട്ട് പഠിച്ചതാ. തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ഉമ്മച്ചി എന്നാണല്ലോ പറയാ, ഇവൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം പിന്നെ ഉമ്മച്ചിക്ക് അന്ന് PSC കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ കിട്ടി, ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോൾ ബാപ്പച്ചി പറഞ്ഞു എനിക്കിപ്പോൾ നല്ല വരുമാനം ഉണ്ടല്ലോ, അതിനുള്ള നമുക്കിപ്പോൾ നല്ല വരുമാനം ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ പിള്ളേർ 3 പേരും പഠിക്കല്ലേ, കുട്ടികൾ 3 പഠിക്കല്ലേ, അപ്പോൾ നീയും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് നോക്കിയില്ലേ, നീ അവിടുത്തെ അവരെ കാര്യങ്ങളോ അവരെ ഇതൊക്കെ നോക്കി നിൽക്ക് എന്ന് പറഞ്ഞു. ഗവൺമെന്റ് LDC ആയിട്ടോ അതോ HSA ആയിട്ടാണോ കിട്ടിയത്, ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആയിട്ട്, ഞാൻ മറന്നുപോയി. ഇപ്പൊ 2 മാസമായില്ലേ, മറന്നുപോയി. അങ്ങനെ ഈ ജോലി വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. 3 മാസം കഴിയുമ്പോൾ ഇവന്റെ വാപ്പച്ച് ഗൾഫിൽ വെച്ചു മരിച്ചു. വരുമാനം നിലച്ചു, എല്ലാം നിലച്ചു. ഈ ഉമ്മച്ചി 3 കുട്ടികളെയും പഠിപ്പിക്കാൻ കുറെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് ഗൾഫിലൊന്നും വേണ്ട, 3 പേർക്കും സർക്കാർ ജോലി വേണമെന്ന്. ഇൻഷാ അല്ലാ പടച്ചവൻ സഹായിച്ചിട്ട് അവർക്ക് പിന്നെ അവനോട് പറഞ്ഞ വാക്കാം സഹായിച്ച്. അവന്റെ മൂത്ത ഇത്താക്ക് പിന്നെ സെക്രട്ടേറിയറ്റിലാണ് ജോലി, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെ ജോലി കിട്ടി, PSC കിട്ടി. അവന്റെ അനിയത്തി റെയിൽവേയിൽ ലോക്കോ പൈലറ്റാ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഞാൻ അവളുടെ ഇന്റർവ്യൂ അടുത്ത് നടത്തും ഞാൻ. ഇവൻ പോലീസിലാണ്. 3 പേർക്കും PSC കിട്ടി. ഇവന് ഇപ്പത്തിനേക്കാൾ അവന് പിന്നെ അസിസ്റ്റന്റ് സബ് എഞ്ചിനീയർ ആയിട്ടൊക്കെ KSBയിലെ വേറെ റെയിലുകളൊക്കെ കയറാൻ പറ്റുന്നുള്ളതിന് ഒരു സംശയമില്ല. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ, ഭയങ്കര സ്നേഹത്തോടുകൂടി പെരുമാറിയ ചെറുപ്പക്കാരൻ. പോലീസിലെ CI നല്ല മനുഷ്യനായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് ഇവിടെ. ഇത്ര കഴിവുള്ള പെൺകുട്ടികളെയാണ് കൊണ്ടുപോയിട്ട് 9 വയസ്സിൽ കെട്ടിച്ചു വിടണേ. ആലോചിച്ച് നോക്കൂ, ഇത്ര കഴിവുള്ള ചെറുപ്പക്കാരൻ. അവന്റെ പെങ്ങളെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ട്, ഡാറ്റ ഒന്ന് അവളോട് ചോദിച്ച് അറിയാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. പക്ഷേ അവളെ കല്യാണം കണ്ട അവൾക്ക് ചെറിയ കുഞ്ഞുണ്ട്. അപ്പം അവളെ കുഞ്ഞിന് സുഖത്തിലേക്ക് ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, അവൾക്ക് കംഫർട്ടബിൾ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ പറ. കാരണം ഞാൻ വിളിക്കുന്ന സമയത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ആകുമ്പോൾ മുല കൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറക്കാൻ നിൽക്കുന്ന സമയത്തോ അപ്പോൾ ഈ ഫോണ് കിണിന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ചിലപ്പോൾ കുളവും. കൊച്ചു പിന്നെ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കൂർ കഴിയും ഇവരെ ഉറക്കം പോകും. മെറ്റേണിറ്റി ലീവിലാണ് ഇപ്പോൾ അവള് പ്രസവമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാ, ഒരു മുസ്ലിം പെൺകുട്ടി. ആലോചിച്ച് നോക്കണം, അത്ര മിടുക്കരായിട്ടുണ്ടെന്നേ. സൗദി അറേബ്യയിലൊക്കെ പോയി, സൗദി അറേബ്യയിൽ നല്ല പല രാജ്യങ്ങളിലും അത്രയും കഴിവുള്ളവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഇവിടെ തന്നെ ഇപ്പൊ നീറ്റ് എക്സാം ഒക്കെ വരുമ്പോഴും ബാക്കിയുള്ളിടത്തൊക്കെ പെൺകുട്ടികളല്ലേ മുമ്പിൽ നിൽക്കണേ.
അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളത് ഒരു അണ്ടർസ്റ്റിമേഷനിലേക്ക് കാര്യങ്ങൾ പോയി അവരെ ഇതിന് മാത്രം പ്രസവിക്കാനുള്ള ഉപകരണമായിട്ട് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് അവരെ ഈ പിന്നെ കോഴിക്കോടുള്ള പിന്നെ അല്ല അത് ഇവന്റെ പെങ്ങളല്ല കേട്ടോ, ക്ഷമിക്കണം, ഈ പോലീസുകാരന്റെ പെങ്ങളല്ല, കോഴിക്കോടുള്ള അൻവർ നല്ല സുഹൃത്തിന്റെ പെങ്ങളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ആളും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയതാ. അവന്റെ പെങ്ങന്മാരെല്ലാം നല്ല നിലയില്ല, അവനും നല്ല ഹൈലി എഡ്യൂക്കേറ്റഡാ. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഇതുവരെ അവനെ നേരിട്ട് കണ്ടിട്ടില്ല അൻവറിനെ. എന്റെ സ്റ്റോറികൾ കണ്ടിട്ട് വിളിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ല, പലരും ഈ പോലീസുകാരനെ നേരിട്ട് കണ്ടു. എനിക്ക് നോട്ടീസ് തരാൻ വന്നപ്പോൾ പിന്നെ പരിചയപ്പെട്ട സോഷ്യൽ മീഡിയ കൂടിയുള്ള പരിചയമല്ല. പോലീസുകാരന്റെ മറ്റേ പെങ്ങൾ ടീച്ചറാണ്. ഒരാൾ ടീച്ചറും ഒരാൾ സെക്രട്ടേറിയറ്റിലും അസിസ്റ്റന്റ് ആയിട്ടൊക്കെ. മറ്റേത് അൻവർ എന്ന് പറയും. അവന് രണ്ട് പെങ്ങന്മാർ ഉയർന്ന ജോലിയില്ല. അവൻ പറയും ഇവൻ സർക്കാർ ജോലിയും കയറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് അതിവിപ്ലവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ അനാർക്കിസ്റ്റ് ആയിട്ട് നടന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പക്ഷെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അവൻ പറയും പെങ്ങന്മാരാണ് ഇപ്പൊ എനിക്ക് പോക്കറ്റ് മണി ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാം, ഗൂഗിൾ പേ അയച്ചു തരും എന്ന് പറയുന്നത്. ഗൂഗിൾ പേയില് അവളാണ് ഈ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞത്. ഈ അകാല വാർദ്ധക്യം ബാധിച്ചവരായിട്ട് കുഞ്ഞുങ്ങൾ മാറുന്നേ. 9 വയസ്സിൽ കല്യാണം, 10 വയസ്സിൽ അവർക്ക് 9 വയസ്സിൽ മെൻസസ് ആയവരാണെങ്കിൽ 10 വയസ്സിൽ പിന്നെ അമ്മയായി. 10 വയസ്സിൽ അമ്മയായാൽ 10 വയസ്സിൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടിക്ക് 9 വയസ്സാകുമ്പോൾ അതിനെയും കെട്ടിച്ചു. അപ്പൊ ഇവർക്ക് 19 വയസ്സായി കല്യാണം നടക്കുമ്പോൾ, അതിൽ പെൺകുഞ്ഞാണെങ്കിൽ. ആ കുഞ്ഞിനും നേരത്തെ മെൻസസ് ആയെങ്കിൽ ആ കുഞ്ഞിനും 9 വയസ്സിൽ കല്യാണം കഴിഞ്ഞെങ്കിൽ 10 വയസ്സിൽ അമ്മയായി. അതായത് ഈ ആദ്യം ഈ 9 വയസ്സിൽ കെട്ടിക്കപ്പെട്ട പെൺകുട്ടി 20 വയസ്സാകുമ്പോഴത്തേക്കും അതിന് പേരക്കുട്ടി ഉണ്ടായി, മുത്തശ്ശിയായി. 30 വയസ്സാകുമ്പോഴത്തേക്ക് 3-ാം തലമുറയിലേക്ക് എത്തി, കൊച്ചുമക്കൾക്ക് മക്കളായി. 40 വയസ്സാകുമ്പോഴത്തേക്ക് 4-ാം തലമുറയിലേക്ക് എത്തി. മക്കള്, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ. എന്ത് വൃത്തികേടാണ്, തോന്നിവാസം. ഇതൊക്കെ ഏത് കിതാബിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. മതപണ്ഡിതന്മാർ ഇതിനകത്ത് ലോകവ്യാപകമായി ക്യാമ്പയിൻ നടത്തണം. അല്ലാതെ തന്നെ എല്ലാം കടി ചലിക്കുമല്ലോ അവന്മാര്. എന്ത് ഇതിനകത്ത് അഭിപ്രായം പറയാത്തെ? ഇറാഖിലെ ഇത്തരം ഒരു നിയമ ഭേദഗതിയിലേക്ക് നീങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഭേദഗതി പാസ്സാവുന്നതിന് മുമ്പ് ലോകവ്യാപകമായ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലോകത്തെമ്പാടുമുള്ള ഹമാസ് ഐക്യദാർഢ്യം നടത്തിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ, ബോധമുള്ള പണ്ഡിതന്മാർ, മറ്റോമാര് വൃത്തിട്ടോമാരെ വിട്ടുകളാണ്, ബോധമുള്ള പറയണുണ്ടല്ലോ, അവര് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കണം, ക്യാമ്പയിൻ നടത്തുന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. ഇപ്പം ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ബാക്കിയുള്ളതുണ്ട്. ഞാൻ പറഞ്ഞു 9 വയസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ 10 വയസ്സെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പോഷകാഹാരങ്ങൾ കൂടുതൽ കിട്ടേണ്ടുന്ന സമയമാണ്. സ്ഥാനത്തിന്റെ വളർച്ച, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന, ഹോർമോണിനൊക്കെ ഒരുപാട് ചേഞ്ച് വരുന്ന ആ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ പോഷകാഹാരം കിട്ടേണ്ടുന്ന, ഏറ്റവും കൂടുതൽ അവർക്ക് കരുതൽ കിട്ടേണ്ടുന്ന സമയത്ത് അവരുടെ കാര്യം മാറ്റിവെച്ചിട്ട് അവർക്കൊരു കുഞ്ഞിന് സമ്പൂർണ്ണമായ പോഷകാഹാരം എന്നുള്ള രീതിയിൽ മുലപ്പാൽ കൊടുക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് എത്തുന്ന അവർ ആരോഗ്യസ്ഥിതി എന്താവും? അവർക്ക് 40 വയസ്സ് അവർ ജീവിച്ചിരിക്കില്ല. 10-ാം വയസ്സിൽ പ്രസവിക്കുക, 9-ാം വയസ്സിൽ കല്യാണം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സെക്സ് എന്താണെന്നറിയില്ല, കുടുംബജീവിതം എന്താണെന്നറിയില്ല, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരു കുന്തം അറിയില്ല, കളിച്ചുകൊണ്ടിരിക്കുക. പാപ്പാന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങേണ്ട പ്രായ, സ്വന്തം പിതാവിന്റെ നെഞ്ചിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങേണ്ട പ്രായ, സ്വന്തം പിന്നെ പാപ്പാന്റെ ഒപ്പോ പിന്നെ അമ്മാവന്റെ ഒപ്പോ ഒക്കെ ആന കളിക്കുകയെ, അല്ലെങ്കിൽ പിന്നെ മുറ്റത്ത് സൗകര്യം ഉണ്ടെങ്കിൽ പന്ത് തട്ടി കളിക്കുകയോ ക്രിക്കറ്റ് കളിക്കുകയോ ഒക്കെ ചെയ്യേണ്ട പ്രായ, സൈക്കിൾ ഓടിച്ച് പിന്നെ അവരെ ഒന്ന് സൈക്കിൾ ഓടിക്കാൻ പഠിക്കേണ്ട പ്രായ. ആ പ്രായത്തിലാണ് കെട്ടിക്കാൻ പോണേ. ഇപ്പമാരൊക്കെ എന്താ പറയാ? ഞാൻ എന്ത് പറയാനാ? എന്താ പറയാനി? നിങ്ങൾ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇറാഖിൽ ഉണ്ടാക്കാൻ നിൽക്കുന്നു, ഇറാനിലെ ആയത്തുള്ള കമ്പനി. ആ നാറിന് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അന്ന് ലോകം നന്നാവും. അന്ന് യമൻ രക്ഷപ്പെടും, സൗദി അറേബ്യയുടെ ഭീഷണി തീരും, UAE-യിലുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കാം, ഹിസ്ബുള്ള അതോടുകൂടി ഒതുങ്ങും, കൂതികൾ ഒതുങ്ങും, ലെബനൻ സ്വർഗമാവും, ഹമാസിനും അനങ്ങാൻ പറ്റില്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കും അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും അറബുവംശരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഇവൻ ഒറ്റ ഒരുത്തനാണ് ലോകത്തിന്റെ ശത്രു, ആയത്തുള്ള ഖൊമൈനി. എനിക്കറിയില്ല, ഈ അമേരിക്കയും ഇവരൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇത് കൊളാവട്ടെ നശിക്കട്ടെ എന്ന് എഴുതിയിട്ട് നിങ്ങളെ മിണ്ടാണ്ടിരിക്കാൻ തോന്നുന്നവര്. ഇല്ലെങ്കിൽ എന്താ, ഒസാമ ബിൻ ലാദനെ തീർത്ത, ബാഗ്ദാദിയെ തീർത്ത, ഇസ്മായിൽ ഹനിയെ തീർത്ത, അങ്ങനെ ഓരോരുത്തരെയും തീർത്ത ഇവർക്ക് എന്താ അവനെ കൊല്ലാൻ പറ്റാത്തത്? ഇവർ കരുതുന്നത് വെച്ചാൽ ഇതിനെ, എനിക്കത് അമേരിക്കയുടെ ഈ സാമ്രാജ്യത്തിന്റെ തന്ത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവർ പരമാവധി ഈ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോട്ടെ, പരമാവധി അവരെ ഇല്ലാതാവട്ടെ എന്നുള്ള എന്തോ ഒരു അജണ്ട ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് അമേരിക്കയെക്കുറിച്ച്.
അല്ലാതെ എന്താ അമേരിക്ക ഇവനെ തീർക്കാത്തത്? ഇവനെ തീർത്തു കഴിഞ്ഞാൽ ഇറാന്റെ മോചന സാധ്യതയില്ലേ? ഇറാനിലെ യുവജനങ്ങൾ മുഴുവൻ ഈ റവല്യൂഷണറി ഗാർഡിനെതിരല്ലേ? ആയത്തുള്ള കൊമൈനിക്കെതിരല്ലേ? അയാളുടെ ആയത്തുകൾക്കെതിരല്ലേ? അയാളുടെ ഫത്വകൾക്കെതിരല്ലേ? പെൺകുട്ടികളെ കൊല്ലുക, ആൺകുട്ടികളെ തൂക്കി കൊല്ലുക, റേപ്പ് ചെയ്യുക, ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഇത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട വേറെ കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് MP ആയ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ടൈമിൽ മലപ്പുറത്ത് വന്നപ്പം കരുവാരകുണ്ട് സ്കൂളിലും, ആ കുട്ടികളുടെ പേര് ഞാൻ മറന്നുപോയി, വണ്ടൂർ സ്കൂളിലും പ്രസംഗിച്ചപ്പം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ആർക്കെങ്കിലും എന്റെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് സാധാരണഗതിയിൽ എല്ലാവരും തർജ്ജമക്കാരെ കൂടെ കൊണ്ടുനടക്കും. അതില്ലാതെ അദ്ദേഹം ഓഡിയൻസിൽ കുട്ടികളോട് ചോദിക്കണം, നിങ്ങളുടെ സ്റ്റുഡൻസിൽ ആരെങ്കിലും തയ്യാറാവുമെന്ന് ചോദിച്ചപ്പം കരുവാരകുണ്ട് സ്കൂളിലും വണ്ടൂർ സ്കൂളിലും തയ്യാറായി വന്നത് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളാണ്. മിടുക്കര് +2 പഠിക്കുന്ന പെൺകുട്ടികൾ. രാഹുൽ ഗാന്ധി വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളാണ്. ശശി തരൂരമാര് മനസ്സിലാവാത്ത ഇംഗ്ലീഷിലൊന്നും സംസാരിക്കില്ല, ഓക്സ്ഫോർഡ് ആക്സന്റ് ഒന്നുമില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ ചിന്തിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പറയാറുമുണ്ട്. എനിക്ക് രാഹുലിന്റെ പ്രസംഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാഹുലിന്റെ രാഷ്ട്രീയത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് തൃപ്പുണ്ടാകുമ്പോൾ ചെന്നൈ ആ കോളേജ് മറന്നുപോയി ഞാൻ, ഒരു വുമൺസ് കോളേജിൽ, അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അത് ഒരു സംവാദമായിരുന്നു. സംശയങ്ങൾ ചോദിക്കുക. ഒരു പെൺകുട്ടി സാർ എന്ന് വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ, പ്ലീസ് ഡോണ്ട് കോൾ മീ സാർ, യു ക്യാൻ കോൾ മീ രാഹുൽ എന്ന് പറഞ്ഞാൽ. ഒരു ഹൈറാർക്കി ഇല്ല. എനിക്ക് ഹൈറാർക്കി വെച്ച് പുലർത്താത്ത ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. ആ അർത്ഥത്തിൽ എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. അത് അഭിനയമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അതൊക്കെ നമുക്ക് പിന്നിൽ പരിശോധിക്കാം. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി അത്. ആ കോളേജിന്റെ പേര് ഞാൻ മറന്നുപോയി. അതേപോലെ ഈ പെൺകുട്ടികൾ വന്നിട്ട് എന്ത് മനോഹരമായിട്ട്, ഇവിടെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ BJP നേതാവ് പണ്ട് അച്ഛാദിൻ ആനേ വാലാ ഹേ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ ഹിന്ദിയിൽ പ്രസംഗിച്ചത്, ഇംഗ്ലീഷല്ല. അച്ഛൻ ആനവാലുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞ് തർജ്ജമ ചെയ്യുന്ന ആൾക്കാരുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കണേ. അച്ഛാദിൻ ആനേ വാലാ ഹേ എന്ന് പറഞ്ഞാൽ നല്ല ദിവസങ്ങൾ വരാൻ പോവുകയാണെന്ന്. അപ്പോഴാണ് അച്ഛൻ ആനേ വാലാ ഹേ എന്നൊക്കെ പറഞ്ഞ ആനവാലെന്നെ പിടിച്ച് അച്ഛൻ ആനവാലുമായി വരുന്നുണ്ടെന്നൊക്കെ തർജ്ജമ ചെയ്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് പണ്ട് വന്നിട്ട് ഇവിടെ ക്രിസ്ത്യൻ സഭകളുടെ കൺവെൻഷനുകൾക്ക്, എന്റെ മർത്തമ സഭയിലുണ്ട്, ഏതെങ്കിലും ഇംഗ്ലീഷുകാർ വന്ന വലിയ ബഹുമാനം നമുക്ക്, അതൊരു വലിയ സംഭവമാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കാനും ബൈബിളിനെ കുറിച്ച് പറയാനും ആളില്ലാഞ്ഞിട്ടാണോ? ഇവന്മാർ അവിടെ നിന്ന് പറയാൻ കൊണ്ടുവരും. അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ അവർ വന്നു. ഇന്ന ആൾ വരുന്നു. സായിപ്പിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കൂടെ സായിപ്പാണല്ലോ സംസാരിക്കുന്നത് കേൾക്കാന്ന് എന്നിട്ട് തർജ്ജമ ചെയ്യാൻ ആളുണ്ടാവും. അവരോട് നമ്മളെ തയ്യൽ മെഷീൻ ഇല്ല, ഉഷാ മെഷീൻ, അതിലുണ്ട് ആരോ ഉഷാ മെഷീൻ എന്നാണ് പ്രസംഗിച്ചത് ഇയാള്. ഉഷാ മെഷീനെ കുറിച്ച് സായിപ്പ് പറഞ്ഞത് കേട്ട തർജ്ജമക്കാരൻ പറഞ്ഞു ഈശോ മിശിയ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരുത്തൻ പ്രസംഗിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. സായിപ്പ് പറയാണ്, when I came from London with my wife എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യയും കൂടി ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ, when I come from London with my wife, ഞാൻ എന്റെ ഭാര്യയും കൂടി അവിടെ നിന്ന് വരുമ്പോൾ, ലണ്ടനിൽ നിന്ന് വരുമ്പോൾ, കേട്ടവൻ പറഞ്ഞു ഞാനും സായിപ്പിന്റെ ഭാര്യയും കൂടി ലണ്ടനിൽ നിന്ന് വരുമ്പോൾ എന്നായി. വിത്ത് മൈ വൈഫ് എന്നുള്ളത് ഇയാൾക്ക് എന്റെ ഭാര്യ എന്നാണല്ലോ, മൈ വൈഫ് എന്നാണല്ലോ പറഞ്ഞേ. when I come from ലണ്ടൻ വിത്ത് മൈ വൈഫ് എന്ന് പറഞ്ഞത് ഞാനും സായിപ്പിന്റെ ഭാര്യയും കൂടി ലണ്ടനിൽ നിന്ന് വരുമ്പോൾ എന്ന് അറിഞ്ഞപ്പോൾ ഏതോ ഓളുകളുണ്ട്. അവിടെ വെച്ചൊക്കെ ഈ പിള്ളേരെന്തും മിടുക്കറായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മുസ്ലിം പെൺകുട്ടികളാ. വയനാട്ടിൽ പാമ്പ് കടിച്ച് ഒരു പെൺകുട്ടി മരിച്ച സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഏറ്റവും ആർജവത്തോടെ റെസ്പോണ്ട് ചെയ്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിദ ഫാത്തിമ എന്ന് പറഞ്ഞ മുസ്ലിം പെൺകുട്ടിയാ. ഈ കുട്ടികളെയാണ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 7ഉം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 6ാം വയസ്സിൽ ചേർക്കുകയാണെങ്കിൽ 13 വയസ്സ്. വരാൻ പോകുന്ന കാലത്ത് ഇറാഖിൽ ഈ 13 വയസ്സുള്ള കുട്ടി 3 വയസ്സുള്ള കുഞ്ഞിന്റെ ഉമ്മയായിട്ട് മാറുകയാണ്. അവിടെയാണ് ഇതിന്റെ ഭീകരാവസ്ഥ ആലോചിക്കേണ്ടത്. എന്തായിരുന്നാലും സങ്കടമുണ്ട്. ആ സങ്കടത്തെക്കുറിച്ച് സങ്കടം നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇവന്മാരെയൊക്കെ തലയ്ക്ക് അടിച്ച് ശരിയാക്കണം. ആയത്തുള്ള ഖൊമേനി എന്നുള്ള വൃത്തികെട്ടവരില്ലാതെയാവാതെ ലോക മുസ്ലിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ഇവരെ 1400 കൊല്ലം പുറകിലോട്ട് കൊണ്ടുപോവുകയാണ്, 6ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നവീകരണ പ്രസ്ഥാനങ്ങൾ, ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിനൊക്കെ നവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ശുക്ർ വക്കീലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇപ്പോ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, അരുതിറോയുടെ അമ്മ മേരി റോയ് കേസ് നടത്തി, വിജയിച്ചു. പക്ഷെ അവർക്ക് സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ഒരു വിപ്ലവം ഉണ്ടാക്കി, ആ സ്വത്ത് തിരിച്ചു കൊടുത്തു. അതേപോലെയുള്ള ശക്തമായിട്ടുള്ള പരിഷ്കരണവാദികൾ, മതവിശ്വാസികളായിട്ടുള്ള പരിഷ്കരണവാദികൾ, ഒരു റിഫോർമേഷൻ നടക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് തങ്ങളെ നടന്നിട്ടുണ്ട്. മാർട്ടിൻ ലൂതറല്ലേ, ആരോ ആവട്ടെ, ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു മതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ശൈശവ വിഭാഗത്തിനെതിരെ ആരാ ഫൈറ്റ് ചെയ്തത്? രാജാ റാം മോഹൻ റോയ്. സതിക്കെതിരെ ആരാ ഫൈറ്റ് ചെയ്തത്? രാജാ റാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരിഷ്കർത്താക്കളായിട്ടുള്ള ആൾക്കാർ.
ഇവിടെ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നതിനെ കുറിച്ചാണ് ചർച്ച. ഇതൊന്നും കാണുന്നില്ല. ഇതിൽ CPM അഭിപ്രായം പറയൂല, കാരണബോധന അഭിപ്രായം പറയൂല, അപ്പം മാഷ് കൊണ്ടൂല, ബംഗ്ലാദേശിലെ കൊലവര് കാണൂല. ഞാൻ പറയുന്ന ഈ വിഷയത്തിലൊക്കെ ഇവരെ ആരെയും നോക്കിയിരിക്കണ്ട. മുസ്ലിം സമൂഹം ചിന്തിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, വിവേകമുള്ള മുസ്ലിം സമൂഹം അവർ ഉണരണം. ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരിൽ നല്ല പോസ്റ്റിലെത്തിയത് ഈ സെബിന ഗിരിയിലും ഈ നജ്മ ബീഗും ഉള്ളൂ. രണ്ടുപേരും ടീച്ചേഴ്സ്, ഒരാൾ ഗവൺമെന്റ് സ്കൂളിലും ഒരാൾ എയ്ഡഡ് സ്കൂളിലും മിടുക്കരാ. അവളിപ്പോ ഹൈസ്കൂളിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അവള് അതിന്റെ ഇടയ്ക്ക് ഡിഗ്രിയൊക്കെ അന്ന് TTC കഴിഞ്ഞിട്ട് കയറിയതാ, പിന്നെ ഡിഗ്രി ചെയ്തിട്ട് അടുത്ത സുഹൃത്തുക്കളാ. ബാക്കിയുള്ളവരൊക്കെ 40 വയസ്സായപ്പോഴത്തേക്ക് മൂന്നാം തലമുറയിലോ 8 വയസ്സ് 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ വെല്ലുമ്മമാരായിട്ട് മാറി. മനുഷ്യന്റെ ജീവിതം ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ജീവനും എനിക്ക് 1.5 ജീവനും ഇല്ല. നിങ്ങൾക്ക് ഒരു ജീവനും എനിക്ക് 1/2 ജീവനും ഇല്ല. നമുക്കെല്ലാം ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിനകത്ത് പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ പോണ്ടേ. പറഞ്ഞിട്ടും കാര്യമില്ല, നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇത് പറയുന്നത് പൊതുസമൂഹത്തോടല്ല. ഇതിന്റെ പേരിൽ ആ മതത്തിന്റെ നേരെ വെക്കിട്ട് കയറാനും പോണ്ട. കേരളത്തിൽ എന്തായാലും നടക്കൂല, വേറെ എവിടെയും നടക്കില്ലല്ലോ, പലയിടത്തും ഇല്ലല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ നടക്കില്ലല്ലോ. ഒക്കെ സ്വയം പര്യാപ്തത നേടി വരാ. ഖത്തറിലൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ആണുങ്ങളോട് പോയി പണിയാക്കാൻ പറയവര്. കാരണം എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡാ, അവരെക്കാൾ മിടുക്കരാ ജോലി ചെയ്യുമ്പം. ആണുങ്ങൾ പിന്നെ കുറച്ച് അലസന്മാരാ. നമ്മൾ പല ജോലി സ്ഥലത്ത് അവർക്ക് റിസർവേഷനിന്റെ ഭാഗമായിട്ട് പല ഉയർന്ന കമ്പനികളിൽ അവർക്ക് റിസർവേഷൻ ഉണ്ട്. നമുക്ക് 12,000 റിയാൽ തരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന 30,000 റിയാൽ 40,000 റിയാൽ ശമ്പളവും കൊടുക്കും. പണി ഈ ആണുങ്ങളായിട്ടുള്ള കൊളീഗ്സ് ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്നതിനേക്കാൾ പണി നമ്മളായിരിക്കും എടുക്കുന്നത്. അവർക്ക് അവരെപ്പോഴും പറഞ്ഞു, രാജൻ കൻ യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, നിങ്ങൾ വെർബലി പറയുകയും ചെയ്യാറില്ല. ഞാൻ പറയും, ഇന്ന ആൾക്കാർക്ക് കോപ്പി ചെയ്തിട്ട് അതെനിക്ക് ഫോർവേഡ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ വരും, ഞാൻ ചെയ്തു എന്നുള്ളത് വരും. ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ മിസ്യൂസ് ചെയ്യാനും ഒരു വട്ടമൊക്കെ സഹായിച്ചു കൊടുക്കും. പക്ഷെ നിരന്തരമാകുമ്പോൾ എനിക്ക് എന്നെ മിസ്യൂസ് ചെയ്യാൻ ഞാൻ ഒരാൾക്കും അനുവാദം കൊടുക്കാറില്ല. അവനെ കൊണ്ട് പറ്റാത്ത പണി ഞാനാ ചെയ്യുന്നതെന്നുള്ളത് സുപ്പീരിയേഴ്സ് അറിയട്ടെ, മറ്റുള്ളവർ അറിയട്ടെ. ഓക്കെ, കുറെ പറയുന്നില്ല.